ജോലി ചെയ്യുന്നെങ്കിലും അച്ഛന്റെ സ്നേഹം മുഴുവനും പത്തനംതിട്ട രൂപതയ്ക്ക് തന്നെ നൽകിക്കൊണ്ടിരിക്കുന്ന ഒരു മാന്യ ദേഹമാണ്. ഇതൊക്കെയും ഞാൻ പറഞ്ഞത് നമ്മുടെ കുടുംബങ്ങൾ തമ്മിൽ, നമ്മുടെ സഭയുടെ മക്കൾ തമ്മിലുള്ള അഭേദ്യമായ ബന്ധം ആണ്. ഈ പിതാവ് കുറെ നാളുകളായി രോഗിയായിരുന്നു. ഏലിയാമ്മച്ചിയും രോഗിയാണ്. ഞാൻ പറഞ്ഞല്ലോ, മാടപ്രാക്കളെ പോലെ അവര് ഈ വീട്ടിൽ താമസിച്ചുകൊണ്ടിരുന്നു. ജോയിക്കുട്ടിയും ഭാര്യയും വേണ്ട ശുശ്രൂഷകൾ നൽകി തന്റെ ജീവിതം അവസാനിപ്പിച്ചുകൊണ്ട് ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുന്ന ഈ അവസരത്തിൽ ഈ നല്ല അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസമാണിന്ന്. സഭയെ സംബന്ധിച്ച് വളരെ അനുഗ്രഹിക്കപ്പെട്ട ദിവസമാണ്. നമ്മുടെ രൂപതയിൽ 6 ശമ്മാശന്മാര് ഇന്ന് പൗരോഹിത്യത്തിലേക്ക് ഉച്ചകഴിഞ്ഞ് പ്രവേശിക്കുകയാണ്. ഈ കുടുംബത്തോടുള്ള സ്നേഹം, പ്രാർത്ഥന ഈ അവസരത്തിൽ അറിയിക്കുന്നതിന് തന്നെയാണല്ലോ ഞങ്ങളെല്ലാവരും വന്നിരിക്കുന്നത്. മക്കളായ ഞങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്ന സ്നേഹം വലുതാണെന്ന് നിങ്ങളോട് കാണിക്കുന്നതിനും അറിയിക്കുന്നതിനും വേണ്ടി തന്നെയാണ് ഈ തിരക്ക് പിടിച്ചതും പ്രാർത്ഥനയിൽ മാത്രം ഇരിക്കേണ്ട സമയത്തും ഇവിടെ വന്ന് നിങ്ങളോട് ഈ ദുഃഖത്തിൽ പങ്കുചേരുന്നത്. മരണം സുനിശ്ചിതമായിട്ടുള്ള ഒന്നാണല്ലോ. മരണത്തിന് 2 വശങ്ങളുണ്ടല്ലോ. ഒരു നാണയത്തിന്റെ 2 വശങ്ങൾ പോലെ, ഒന്ന് സന്തോഷം, 2 മറുവശം ദുഃഖം. അതിന്റെ സന്തോഷത്തിന്റെ ആ വശമാണല്ലോ ക്രിസ്തീയമായ ജീവിതത്തിന്റെ ഭാഗ്യം. മരണാനന്തരം ഒരു ജീവിതമുണ്ടെന്നും ഈ ലോകത്തിൽ നാം ജീവിച്ചതിന്റെ പ്രതിഫലം ദൈവം സ്വർഗത്തിൽ നമുക്ക് നൽകുവാൻ തിരുമനസ്സാകുന്നു എന്നുമാണല്ലോ അത് കാണിക്കുന്നത്. അത് ഭാഗ്യപ്പെട്ടതായ ഒരവസരം, അനുഗ്രഹിക്കപ്പെട്ട ഒരവസരം. ഈ പിതാവ് 88 വർഷങ്ങൾ നമ്മുടെ ഈ മലം പ്രദേശത്ത് താൻ അധ്വാനിച്ചുകൊണ്ട് കുടുംബത്തെ വളർത്തി, മക്കളെ വളർത്തി പഠിപ്പിച്ചു. അവരൊക്കെയും വിദേശ രാജ്യങ്ങളിൽ പോയി അവരുടെ ജീവിതം മാർഗം കണ്ടുപിടിച്ചു. എങ്കിലും മാതാപിതാക്കന്മാര് ജനിച്ചു വളർന്ന ദേശം, നാട് വിട്ടില്ല. ഏലിയാമ്മച്ചിയും ഒക്കെയും തിരിച്ചു വന്നു. ഈ വീട്ടിൽ താമസമാക്കി കുടുംബത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നതിനും പള്ളിയിൽ പോയി പ്രാർത്ഥിക്കുന്നതിനുമൊക്കെ അവസരം ലഭിച്ച ഭാഗ്യപ്പെട്ട ഒരു വശം. ദുഃഖത്തിന്റെ ഒരു വശം, ഈ പിതാവ് നിത്യതയിലേക്ക് നമ്മെ ഇനിയും ഒരിക്കലും കാണുകയില്ല എന്നുള്ളതായ ആ ദുഃഖം. ശാരീരികമായി ഈ പിതാവിനെ നമുക്ക് കാണുവാൻ സാധിക്കുന്നില്ല എന്നുള്ളതായ വലിയ വിരഹ ദുഃഖം. തീർച്ചയാണ് ഈ വലിയ 2 വശങ്ങളിലൂടെ ഈ കുടുംബത്തിലുള്ള അമ്മച്ചിയും മക്കളും കൊച്ചുമക്കളും നീങ്ങുമ്പോൾ അതിന് ദൈവത്തിന്റെ മുമ്പിൽ ഈ പിതാവിനെ നാം സമർപ്പിക്കുമ്പോൾ പ്രത്യാശയുടെ ഒരു ജീവിതം നമുക്കുണ്ടെന്ന് വിശ്വസിക്കുന്നവരാണല്ലോ. മരണത്തിന് പ്രത്യാശയിലേക്ക് നമ്മെ നയിക്കുന്ന ഒരു ജീവിതമാണല്ലോ. നമ്മുടെ മാതാപിതാക്കൾ ഈ പ്രദേശത്ത് അവര് ധനികരല്ല, അവര് സാധാരണ ജീവിതം നയിച്ചവരാണ്. എങ്കിലും നഷ്ടപ്പെടാത്ത ഒരു വലിയ ധനം അവരുടെ കയ്യിലുള്ളത് അവരുടെ വിശ്വാസമാണ്. ചില മാതാപിതാക്കന്മാര് നടക്കുവാൻ നിവൃത്തിയില്ലാത്തവര് ദേവാലയത്തിൽ പതുക്കെ നടന്നു പോകുന്നത് ഞാൻ കാണാറുണ്ട്. ദേവാലയത്തിൽ പോയി ഞായറാഴ്ച വിശുദ്ധ കുർബാന കാണുവാനുള്ള അവരുടെ തീഷ്ണത, അവരുടെ വിശ്വാസത്തിന്റെ ആ ശക്തി, അവരെത്ര വലിയ ഒരു അനുഗ്രഹമായിട്ടാണ് അവര് അത് കാണുന്നത്. ഈ പിതാവ് തന്റെ ജീവിതത്തിന്റെ അവസാനത്തിൽ രോഗിയായിരുന്നു എങ്കിലും അതിനുവേണ്ട എല്ലാ ശുശ്രൂഷകളും ഈ കുടുംബത്തിൽ നിന്ന് ജോയിക്കുട്ടിയും കുടുംബവും കൊടുത്തു എന്ന് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. മറ്റു മക്കളൊക്കെയും, മോനായും സൂസനും ജോസും ഒക്കെ അവരമേരിക്കയിലാണെങ്കിലും ആവശ്യത്തിനുള്ള
എല്ലാ ശ്രദ്ധകളും കരുതലുകളും നിങ്ങൾ അവിടെ നിന്ന് നൽകുന്നു. എല്ലാ ദിവസവും വിളിക്കുന്നുണ്ടായിരുന്നു. ഒക്കെയും എനിക്ക് അറിയാം. എത്ര ഭാഗ്യപ്പെട്ട ഒരു മരണം, ഒരു പ്രത്യാശയുടെ ഒരു മരണം. നിരാശരല്ലല്ലോ. നമ്മുടെ മാതാപിതാക്കന്മാര് മരിക്കും, നമ്മൾ മരിക്കും, എല്ലാവരും ജീവിച്ചിരിക്കുന്ന എല്ലാവരും മരിക്കും. ആ പ്രത്യാശയുടെ ജീവിതം ഈ പിതാവിന് കൊടുക്കുന്നു എന്നുള്ളതാണല്ലോ നമ്മുടെ സന്തോഷം. കണ്ണ് കണ്ടിട്ടില്ലാത്തത്, കേൾവിയിൽ പെട്ടിട്ടില്ലാത്തത്, മനുഷ്യ സങ്കല്പത്തിൽ എത്തിച്ചേർന്നിട്ടില്ലാത്ത ആ ഭാഗ്യത്തിലേക്ക് ദൈവം ഈ തന്റെ ദാസനെ കൂട്ടിച്ചേർക്കുമ്പോൾ ഏലിയാച്ചി വിഷമിക്കരുത്, ഒറ്റയ്ക്കാണ് ഇനിയും ഈ വീട്ടിലായിരിക്കുന്നതെന്ന് ഞങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയുണ്ടായിരിക്കും. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കും. ഈ കുടുംബത്തിന് വേണ്ടി ദൈവത്തിന്റെ കരുണ നിങ്ങൾക്ക് ലഭിക്കുന്നതിനെ ശക്തിപ്പെടുത്തുന്നതിന് ഞങ്ങൾ പ്രാർത്ഥിക്കും. കർത്താവ് അരുളി ചെയ്തിട്ടുണ്ടല്ലോ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് തന്നെ തിരികെ ചേരും, നീ നവീകരിക്കപ്പെടും. കർത്താവ് നാം മണ്ണുകൊണ്ട് നമ്മെ ഉണ്ടാക്കിയ ഈ ശരീരം മണ്ണിലേക്ക് തന്നെ ലയിച്ചു ചേരുമ്പോൾ അതിന് ദൈവത്തിന്റെ ഹിതം നിറവേറുന്നു. അങ്ങനെ ദൈവഹിതം നിറവേറട്ടെ. നാം കാത്തു സൂക്ഷിക്കുന്ന നമ്മുടെ ശരീരം പരിശുദ്ധമായ പരിശുദ്ധാത്മാവിന്റെ ആലയം. ഇത് നാം മരണശേഷവും കാത്തു സൂക്ഷിക്കുന്നു. നാം ദേവാലയത്തിൽ കൊണ്ടുപോയി തനിക്ക് ലഭിച്ച ദൈവീക കൃപയുടെ ആ കർത്താവിന്റെ തിരുശരീരവും തിരുരക്തവും അനുഭവിച്ച ആ പുണ്യ ദേവാലയത്തിൽ കൊണ്ടുപോയി അവിടെ സന്ദർശനത്തിന് വെച്ച് അത് കല്ലറയിൽ കൊണ്ടുപോയി സംസ്കരിക്കുന്നു. ആ വലിയ പുണ്യപൂർണത നാം പ്രാപിക്കുന്നു. ഈ പിതാവിന് ലഭ്യമാകുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കുടുംബത്തിലുള്ള അമ്മച്ചിയോടും മക്കളോടും കുഞ്ഞുമക്കളോടും ബന്ധുമിത്രാദികളോടും ഒക്കെ ഉള്ള അനുശോചനം സഭയുടെ നാമത്തിൽ, പ്രത്യേകിച്ച് പത്തനംതിട്ട രൂപതയുടെ നാമത്തിൽ ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ വന്യവൈദികരെയും, മോൺസിഞ്ഞോർ ചാമക്കാലായിലച്ചൻ ഈ കുടുംബത്തിന്റെ അയൽവക്കക്കാരനാണല്ലോ, ബന്ധുമിത്രാദികളായിട്ടൊക്കെയും ജീവിക്കുന്നവരാണല്ലോ. നിങ്ങളെല്ലാവരെയും സ്നേഹത്തിൽ, ദൈവത്തിന്റെ ആ സ്നേഹത്തിന്റെ വലയത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അമ്മച്ചിക്ക് പ്രത്യേകം സ്നേഹം, കല്ലൂരച്ചന്റെ സ്നേഹം നൽകിക്കൊണ്ട് അമ്മച്ചിയോടും സ്നേഹം അറിയിക്കുന്നു. എല്ലാവരുടെയും അനുശോചനം, പ്രാർത്ഥന, സ്നേഹം ഈ കുടുംബത്തിലെ മക്കൾക്കും അവരുടെ കുടുംബങ്ങൾക്കും നൽകുന്നു. ദൈവം ഈ പിതാവിന് നിത്യസൗഭാഗ്യം കൊടുക്കട്ടെ. മക്കളിലപ്പൻ കൃപ ചെയ്വതുപോലെ ഹല്ലേലൂയ. ഭക്തന്മാരിൽ ദൈവം കൃപ ചെയ്യും. പുല്ലിനു തുല്യം നരനുടെ നാൾകളഹോ ഹല്ലേലൂയ. പൂക്കുന്നിത് വയലിൽ പൂച്ചെടി പോലെ മാറുകുമോ. മനോലം വാദാവലോലം വല്ലീനാമേ. ശാരേണ താലേ നിൻ കൃപയിൽ മരണമടഞ്ഞൊരു ദാസേന നീൻ ജീവസ്വരമതുണർത്തണമേ. കബറിനും പറുദീസായിക്കായി സൗമൻ കാലസ്കുറിയേലായി സോൻ. ഉയരത്തിൽ നിന്നെഴുന്നള്ളി ജീവൻ മൃതരാമേവർക്കും നൽകുന്നു. കബറുകളുള്ളിൽ നിന്നി അവരവരോടെഴുന്നേറ്റു ഉയരേകും നിന്നെ സ്തുതി ചെയ്തിടുന്നു. എന്റെ ശരീരം ഭക്ഷിച്ചെന്റെ രക്തം ചെയ്വ പാതാളത്തിൽ പോകാനായി വിടാഞ്ഞ എന്നും അവൻ ജീവിപ്പാനങ്ങത്തിട്ട് മരിച്ചതു ഞാൻ എന്നും കാത്ത തന്നരുളിനു മഹത്വ പ്രിയോരാകെ മേലൈനുവാധാരേ. കരുണ നിറഞ്ഞവനെ പുനരുത്ഥാനത്തിൽ നിന്നുടെ സൃഷ്ടിയ നീ പുതുതാക്കിടണമേ. നിന്നിൽ ശരണത്താൽ നിദ്രയിലായി നിന്റെ വരവിനു കാത്തിരിപ്പൂ
പാർത്തിടും മൃതരിൽ കനിയണമേ അമരമരാഹത്തേയുമേ സഹാകുടയും യാക്കോബിനുടയും മടിയിൽ പാർക്കണമേ വന്നവനും വരുമോ നമ്രതർത്തം സുതനെന്നു ശരീര മക്കൾ പാടണമേ. ആകാശവും ഭൂമിയും സൃഷ്ടിച്ച കർത്താവിനാൽ നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കപ്പെട്ടവരാകുന്നു. ആത്മീയമായ ശുശ്രൂഷയിൽ ഞങ്ങളോട് സംബന്ധിച്ചിട്ടുള്ള നിങ്ങളെല്ലാവരെയും ദൈവമായ കർത്താവ് അനുഗ്രഹിച്ച് പുണ്യപ്പെടുത്തുമാറാകട്ടെ. ദൈവമായ കർത്താവ് നിങ്ങളെയും നിങ്ങളുടെ മരിച്ചുപോയവരെയും ആശ്വസിപ്പിച്ച് പുണ്യപ്പെടുത്തട്ടെ. കർത്താവേ, ബലഹീനതയുള്ളതും കുറ്റമുള്ളതുമായ ഞങ്ങളുടെ പ്രാർത്ഥന നിന്റെ ഉന്നത സിംഹാസനത്തിൻ മുൻപാകെ കേൾക്കപ്പെട്ടവയും അംഗീകരിക്കപ്പെട്ടവയുമായി തീരണമേ. ഹോശോ വബുകുല സുബാലവൽമീ പ്രിയലായിസോൻ ഞങ്ങളുടെ കർത്താവേ, ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ദൈവം ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, ഉത്തരമല്ല ചെയ്ത് ഞങ്ങളോട് കരുണ ചെയ്യണമേ. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങളുടെ കർത്താവേ, നിനക്ക് സ്തുതി. ഞങ്ങൾ ശരണവുമേ, നീക്ക് നിനക്ക് സ്തുതി. പാർക്കുമോ. അഭിയൊന്ന പിതാവേ, ഒന്ന് മോൻസിൻ ജോറച്ച, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, സഹോദരങ്ങളെ, നമ്മുടെ അഭിമന്യ പിതാവ് ഈ ശുശ്രൂഷയിൽ ഇവിടെ പങ്കെടുക്കുവാനായിട്ട് ആ മനസ്സ് കാണിച്ചതിന് കുടുംബത്തിന്റെ പേരിൽ നന്ദി പറയുവാനായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. പിതാവിനെ ഞാൻ 2 ദിവസം മുൻപ് ഫോണിൽ കൂടെ ബന്ധപ്പെട്ടപ്പോൾ പിതാവ് എന്നോട് ആദ്യമേ ചോദിച്ചത് അച്ഛന് പത്തനംതിട്ടയിൽ എത്തിയോന്നാണ് ചോദിച്ചത്. അപ്പം ഞാൻ വിചാരിച്ചു പിതാവ് ഈ മരണവാർത്ത അറിഞ്ഞു കാണുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് എന്നോട് ചോദിച്ചതെന്ന്. ഇല്ല പിതാവ്, ഞാൻ 2 ദിവസം കഴിഞ്ഞിട്ടേ എത്തത്തേ ഉള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ അപ്പച്ചൻ മരിച്ചെന്ന് പറഞ്ഞപ്പോൾ പിതാവ് 1 മിനിറ്റ് അങ്ങനെ സംസാരിക്കാതെ സൈലന്റ് ആയിട്ട് അങ്ങനെ നിന്നു. അതെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പിതാവ് തന്നെ പിതാവിന്റെ ആ മെസ്സേജിൽ കാര്യം വ്യക്തമാക്കുകയും ചെയ്തു. പിതാവിനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പത്തനംതിട്ട രൂപതയിൽ 6 പേര് അച്ഛന്മാരാകുന്ന ദിവസമാണ്. 10-13 വർഷക്കാലം പിതാവിനോട് അടുത്തിരുന്ന് പ്രവർത്തിച്ച എനിക്ക് പറയുവാനായിട്ട് സാധിക്കും. ഇന്നലെ വൈകുന്നേരം മുതൽ ഇന്ന് പട്ടം കഴിയുന്നിടം വരെ ഏതൊരു പരിപാടി വന്നാലും അതിന് പോകാതെ ആ വൈദിക വിദ്യാർത്ഥികൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് കർത്താവിന് മുമ്പിൽ ഉപവാസമെടുത്ത് സമയം ചെലവഴിക്കുന്ന ദിവസമാണ്. പിതാവിനോട് ഞാൻ ഇന്നലെ പോയി കാര്യങ്ങൾ സംസാരിച്ചപ്പോൾ 9 മണിക്ക് വരുമെന്നാണ് പറഞ്ഞത്. അത് സമയം മാറ്റി 10 മണിക്ക് അവസാനത്തെ ശുശ്രൂഷയുടെ സമയത്ത് ഞാൻ വരും, അതിന്റെ ഒരു ഉത്തരവാദിത്വമാണ് എന്നുള്ള ഒരു മെസ്സേജാണ് എനിക്ക് തന്നത്. എന്നിട്ട് ഞാൻ പിതാവിനോട് പറഞ്ഞു, പിതാവേ ഇന്നത്തെ ഓർഡിനേഷനൊക്കെ ഉണ്ടല്ലോ, പിതാവിന് ക്ഷീണമായിരിക്കും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഇല്ല, അതൊന്നുമല്ല, എനിക്ക് കുടുംബത്തിൽ വരേണ്ട ഒരു ചുമതലയുണ്ട്, അതിന്റെ ഉത്തരവാദിത്വമാണെന്ന് പറയുകയും കൃത്യസമയത്ത് ഇവിടെ വരികയും ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്തു. പിതാവേ, കുടുംബാംഗങ്ങൾ എല്ലാവരും ഒന്നിച്ചു ചേർന്ന് പിതാവിന് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതോടൊപ്പം പിതാവിന് വേണ്ടി ഞങ്ങൾ എപ്പോഴും പ്രാർത്ഥിക്കുവാനായിട്ട് കടമപ്പെട്ടിരിക്കുന്ന മക്കളുമാണ്. കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ, ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരുടെയും പേരിൽ പ്രത്യേകമായിട്ടുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ മോൻസിൻ ജോറച്ചൻ ചാമക്കാലച്ചന് ഈ മരണവാർത്ത അച്ഛൻ വീട്ടിൽ നിന്ന് ആദ്യമേ അറിഞ്ഞെന്ന് പറഞ്ഞു ഞാൻ കോണ്ടാക്ട് ചെയ്തപ്പോൾ. പക്ഷെ അച്ഛനോട് ഇന്നലെ പോയി സംസാരിച്ചപ്പോൾ അച്ഛൻ എന്നോട് പറഞ്ഞു പട്ടമാണ്, ഫുള്ള് തിരക്കിലാണ്. അച്ഛൻ ഡയറി എടുത്ത് തന്നെ കാണിക്കുകയും ചെയ്തു 1 ദിവസത്തെ പ്രോഗ്രാമൊക്കെ. എങ്കിലും ഇന്നത്തെ എല്ലാ ശുശ്രൂഷയിലും ഞാൻ പങ്കെടുത്തതിന് ശേഷമേ ഞാൻ ഓർഡിനേഷന് പോകുന്നേ ഉള്ളൂ എന്ന് പറയുകയുണ്ടായി. ഇന്നലെ സന്ധ്യയ്ക്ക് ഇവിടെ വരികയുണ്ടായി. ഇന്നിനും ദേവാലയത്തിൽ ശുശ്രൂഷയിലുണ്ട്. എല്ലാത്തിനും ഒരു കുടുംബത്തിന്റെ അംഗമെന്ന നിലയിൽ അങ്ങത്തെ പോലെ പ്രവർത്തിക്കുന്ന മോൻസിൻ ജോറച്ചന് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിൽ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമുക്കറിയാം സെക്രട്ടറി അച്ഛന് ഷാജി മാണിക്കുളം അച്ഛന് അച്ഛനോ ഈ വാർത്ത അറിയിച്ചപ്പോൾ അന്നേരമാണ് അച്ഛൻ അറിയുന്നത്. അത് ഉടനെ പോയി പിതാവിനോട് പറയുകയും വേണ്ടിയ ക്രമീകരണങ്ങളെല്ലാം ചെയ്യുകയും ചെയ്തു. ഇന്ന് പിതാവിനോടൊപ്പം ഇവിടെ വരികയുണ്ടായി. ഇന്നത്തെ പെട്ടെന്ന് പോകേണ്ടിയിരിക്കുന്നതുകൊണ്ട് ബഹുമാനപ്പെട്ട സെക്രട്ടറി അച്ഛന് കുടുംബാംഗങ്ങളുടെ പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രിയ ബഹുമാനപ്പെട്ട ഇഗ്നേഷ്യസ് അച്ഛൻ
മരണവാർത്ത അറിഞ്ഞ ആ ദിവസം ഇവിടെ വരികയും ഈ കുടുംബത്തോട് എന്തൊരാവശ്യമുണ്ടെങ്കിലും ഉടനെ ഓടിയെത്തുന്ന പല വൈദികരിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വൈദികനാണ് ഇഗ്നേഷ്യസ് അച്ഛൻ. അച്ഛന്റെ ഈ സ്നേഹത്തിന് കുടുംബാംഗങ്ങളുടെ എല്ലാവരുടെയും പേരിലുള്ള നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. വികാരിയച്ഛനോട് നിൽക്കൊണ്ട് ഞാൻ ഇന്നലെ വികാരിയച്ഛനുമായിട്ട് ബന്ധപ്പെട്ടപ്പോൾ വികാരിയച്ഛൻ എല്ലാ കാര്യങ്ങളും നേതൃത്വം എടുത്തു ഒരു കുടുംബത്തിന് അംഗം പോലെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. അച്ഛന് ഇപ്പോൾ നന്ദി പറയുന്നില്ലെങ്കിലും പിന്നെ ഞങ്ങളത് അവതരിപ്പിക്കുന്നതാണ്. അച്ഛന് ഈ സമയത്ത് നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അതുപോലെ തന്നെ ഇവിടെ കടന്നു വന്നിരിക്കുന്ന എല്ലാ വൈദികരെയും സിസ്റ്റേഴ്സിനെയും ബദനിയാശ്രമത്തിൽ നിന്ന് വന്നൊരു ജേക്കബ് അച്ഛനെ, അതുപോലെ ആന്റണി അച്ഛനെ, മറ്റു വൈദികരെ, സിസ്റ്റേഴ്സ്, മറ്റു കുടുംബത്തോട് ബന്ധപ്പെട്ടിരിക്കുന്ന എല്ലാവരെയും ഒറ്റ വാക്കിൽ ഇപ്പോഴും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. അടുത്തുള്ള കാര്യങ്ങൾ നമ്മുടെ വികാരിയച്ഛന് അനൗൺസ് ചെയ്യും. അഭിനന്ദ പിതാവ് ഉടനെ തന്നെ ഇവിടെ നിന്നും പോകുന്നു. ഒരിക്കൽ കൂടി ഇടവകയുടെ പേരിലുള്ളതായ പ്രത്യേകമായ നന്ദി അഭിനന്ദ പിതാവിന് അറിയിക്കുകയാണ്. മലപ്പുറ ഗ്രാമപഞ്ചായത്തിന്റെ പ്രസിഡന്റ് ബഹുമാനിയായ ശോശാമ്മ ജോൺസൺ ഇവിടെ വന്നിട്ടുണ്ടായിരുന്നു. എല്ലാവരുടെയും പേരിലുള്ളതായ അനുശോചനം പ്രത്യേകമായിട്ട് അറിയിച്ചിട്ടാണ് പോയത്. അതുപോലെ തന്നെ നമ്മുടെ ബഹുമാനപ്പെട്ട ബദനി സന്യാസിനി സമൂഹത്തില് ബഹുമാനപ്പെട്ട മദർ ആർദ്രയുടെ നേതൃത്വത്തിലുള്ളതായ ഒരു ടീം അംഗങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. ബഹുമാനപ്പെട്ട മദർ പ്രൊവിൻഷ്യൽ ഇവിടെ വന്നിട്ടുണ്ട്. എല്ലാ ബഹുമാനപ്പെട്ട സിസ്റ്റേഴ്സിനുള്ള പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ തന്നെ ബഹുമാനപ്പെട്ട DM സിസ്റ്റേഴ്സ് അനില ക്രിസ്റ്റിയുടെ നേതൃത്വത്തിൽ വന്നിട്ടുണ്ട്. പ്രത്യേകമായിട്ടുള്ള നന്ദി അറിയിക്കുകയാണ്. മറ്റെല്ലാവർക്കും പള്ളിയിൽ വെച്ച് ഔദ്യോഗികമായിട്ട് നന്ദി പറയാം. ഇപ്പോൾ എല്ലാവർക്കും ദേവാലയത്തിലേക്ക് പോകാനുള്ള ക്രമീകരണം ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾ ഒഴിച്ച് ബാക്കി എല്ലാവരും ദയവായി ഈ ഭവനത്തിൽ നിന്ന് പുറത്തുനിന്ന് ഇറങ്ങിക്കൊടുക്കണമെന്ന് ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് അന്ത്യചുംബനം നൽകുവാനുള്ള അവസരം ഇവിടെ നൽകപ്പെടുകയാണ്. ബാക്കിയുള്ള മുഴുവൻ ആളുകളും ദയവായി ഈ ഭവനത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങി നിങ്ങളുടെ വാഹനങ്ങളിൽ ദേവാലയത്തിലേക്ക് പോകാനായിട്ട് ക്രമീകരിക്കണമെന്ന് പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ്. ഏറ്റവും അടുത്ത ബന്ധുമിത്രാദികൾക്ക് ഇപ്പോൾ ഭവനത്തിൽ വെച്ച് പ്രിയപ്പെട്ട അപ്പച്ചന് അന്ത്യചുംബനം നൽകാനുള്ള അവസരമാണ് എന്ന് ഓർമ്മിപ്പിക്കുകയും ചെയ്യുന്നു. താങ്ക് യു. വാഹനം സ്വന്തമായിട്ടില്ലാത്തവർക്കും ഇവിടെ വാഹനം ക്രമീകരിച്ചിട്ടുണ്ട് എന്ന് അറിയിക്കുന്നുണ്ട്. അതുകൊണ്ട് ആ വാഹനത്തിലും കയറാവുന്നതാണ്. 4-5 വാഹനങ്ങൾ പൊതുവായിട്ട് പോകാനായിട്ടുള്ള ക്രമീകരണം നൽകിയിട്ടുണ്ട്. لمون بروح کوئی من تنہا بیبا کرب سی دیو